ഞാൻ അറിയുന്ന ഒരു ആന്റി അങ്കിളും എന്നെ അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്തു. ആന്റി ഒരു ടീച്ചറായിരുന്നു, റിട്ടയർഡായി. അങ്കിള് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. 75-78 വയസ്സുള്ള പ്രായമുള്ള അങ്കിളും ആന്റിയും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ആന്റി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ആന്റി, എന്താ പ്രശ്നം? അപ്പൊ ഇങ്ങനെയാണ്, അവർക്ക് 2 പെൺമക്കളായിരുന്നു. പൊന്നുപോലെ വളർത്തി, മിടുക്കി കുട്ടികളായിട്ട് വളർത്തി. അത് കഴിഞ്ഞ് അവര് അമേരിക്കയിൽ പോയി സെറ്റിൽ ഡൗൺ ആയി. അപ്പൊ അവര് പറഞ്ഞു, എന്തിനാ അപ്പനും അമ്മയും ഇനി അവിടെ താമസിക്കുന്നത്, ഞങ്ങളില്ലേ, അപ്പൊ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്നേഹമയിയും സ്നേഹമയനുമായ അപ്പനും അമ്മയും എന്ത് ചിന്തിച്ചു, ഇനി നമ്മൾ മക്കളുടെ അടുത്തോട്ട് പോവുകയാണ്, അമേരിക്കയിലാണ്, പ്രശ്നമൊന്നുമില്ല, അപ്പൊ നമ്മുടെ സ്വത്തൊക്കെ അങ്ങ് വിറ്റ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അവരുടെ സ്ഥലം എല്ലാം വിറ്റ് മൊത്തം കൊടുത്തു. സംഭവിച്ചെന്താണ്, 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും സ്വന്തം പെൺമക്കളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. അവര് അപ്പനെയും അമ്മയും വളരെയധികം വേദനിപ്പിച്ചുള്ള വർത്തമാനങ്ങളും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കൊണ്ട് നിറച്ചു. അപ്പനും അമ്മയ്ക്ക് അവിടെയും ഇല്ല ഇവിടെയും ഇല്ല. ആന്റിക്ക് പലവിധ അസുഖങ്ങളായി, നടുവേദനയായി, മനസ്സിന് ഭയങ്കര സങ്കടങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള പല പല രോഗങ്ങൾ, ശ്വാസം മുട്ടലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്കിളാണെങ്കിൽ തണുപ്പത്താണെങ്കിലും പെട്രോൾ പമ്പിലൊക്കെ പോയി ജോലി ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. എനിക്കിത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ മക്കളെയൊക്കെ സ്നേഹിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷെ ഉള്ള സ്വത്ത് മുഴുവൻ എഴുതി കൊടുത്ത് പൊട്ടന്മാരായേക്കല്ലേ എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളുടെ സ്വത്ത് നമ്മളുടെ കയ്യിൽ കുറച്ചേലും വേണം, ബാക്കിയൊക്കെ മക്കൾക്ക് കൊടുത്താൽ മതി. ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ടൊക്കെ ഒന്ന് അധ്വാനിക്കാനും ഒന്ന് സമ്പാദിക്കാനും ഒക്കെ പഠിപ്പിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാം.